guys, welcome back to our YouTube channel. Guys, ഞങ്ങൾ ഇന്ന് ലുലു മാളില് സിനിമ കാണാൻ പോവാണ് guys. രണ്ട് കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്ന് അമ്പാടിയുടെ കാറിലും പിന്നെ നമ്മളെ സൽമാന്റെ കാറിലും. അപ്പോൾ നമ്മൾ 5 പേരുണ്ട് ഇതില്. ബാക്കിയുള്ളവർ ആലക്കോട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരോട് വന്നിട്ട് കാണാം. അതാണ് 10 മണിക്ക് അവിടെ എത്തുന്നു. ഒരിക്കലും കിട്ടത്തില്ലായിരിക്കും. ഇപ്പൊ സമയം 9:09 10 മണിക്കാണ് നമ്മുടെ ഷോ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. എത്തും, പക്ഷേ ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് എത്തും. അങ്ങനെ നമ്മളിപ്പം 10 മണിക്ക് നമ്മള് ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ഹായ് അബേൻ, വെൽക്കം ടു ദ വ്ലോഗ്. നൈസ് ടു മീറ്റ് യു. എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഹേ ജവാനി ഏത് ബാനി, ആ ഏ ജവാനി ഏത് ബാനി. 10 മണിക്ക് പറഞ്ഞ പടമാണ്. 13 എന്തോ കീക്കിടിച്ച് അമ്പാടിയുടെ കയ്യിൽ നിന്ന് എന്തോ തണുത്ത പദാർത്ഥം കണ്ടെത്തിയതിനാൽ അമ്പാടി അത് കളയാൻ പോയി. തണുത്ത സാധനം നോക്കി പാട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും തുള്ളിക്കോളെ. എക്സൈറ്റഡ് ആയ കാര്യം मेरी आगोश में होश भी മായാ മോഹിനി അടുത്ത പാട്ട് വന്നിരിക്കുന്നു. എല്ലാരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി ഇങ്ങനെ പെണ്ണുള്ളവരവിടെ കളിക്കില്ലാത്ത. അടുത്ത ലൈനിൽ ഇതാ അമ്പാടി ജോലി ചെപ്പിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കപ്പിൾസിന്റെ ഡാൻസ്. പറഞ്ഞ വാക്കിന് വില ഒന്നറിയാ. നോമാരടുത്ത് ചെപ്പിടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാട്ടിന് വേണ്ടിയാണ് നിൽക്കുകയാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഞാൻ കാണണ്ട, ഞാൻ പാട്ടിന് എന്തിനു കാണാൻ, സിനിമ കാണാൻ എന്തിനു ആറാട്ടുകയാണ്. കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒപ്പനെ വളരെ വളരെ മികച്ച സെക്സിയായിരുന്നു. This movie is the gorgeous movie of the year. ഇത് PVR ആണ്. ലേഡീസ് ടോയ്ലറ്റ് എങ്ങനെ കയറാൻ നമ്മൾ നോക്കാം. എന്തിനു നീ നോക്കുന്ന? നമ്മളെ അവളുടെ പേര് ആറാട്ടെ നിത്യമേനൻ. തുടങ്ങി അശ്വിനൊക്കെ അവിടെ കരഞ്ഞ് മെഴുകുവാണ്. അശ്വ കണ്ണീരോടെ ഇവിടെ അടുത്ത പാട്ട് തുടങ്ങി. ഡാൻസ് കളി പോയി. അമ്പാടിയൊക്കെ ഉറങ്ങണ പോലെ അമ്പാടി ഇവിടെ എന്താ സ്റ്റെപ്പിട്. പടം കഴിഞ്ഞു പുറത്തിറങ്ങിയിരിക്കുന്നു.
എങ്ങനെയുണ്ടായിരുന്നു മൂവി അലീഷ? തീ പിടിച്ചാൽ ഇതുവഴി ഓടുക. വാ നേരം എടുത്തു. സ്റ്റുഡിയോയിൽ നിൽക്കുകയാണ്. സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഇനി അടുത്ത ഫുഡ് അടിക്കാൻ പോകാനുള്ള പ്ലാനിങ്. സാംസങ് അല്ലേ? എടാ മറ്റേ ആ സിഗ്നലിൻ്റെ അവിടെ അല്ലേ? ഹലായിസും അൺലിമിറ്റഡ് ആണെങ്കിൽ അലി വരും. സീനാണ് ഇവിടെ. പസക്കത്ത് മണി പസക്കുന്നുണ്ടോ? മണി എന്താ കഴിക്കാം? ആമിനായും ഖായും ഡയറ്റിലാണ്, അതുകൊണ്ട് മന്തി വേണ്ടത്. മറ്റേ വെള്ളരിയെ കൊണ്ടുവന്നേക്കാം, അതാ കഴിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ മന്തി മനസ്സിലെത്തി. സീറ്റ് കിട്ടോ ഇല്ലയോ ഒരു പിടുത്തോ ഇല്ല. കാര്യം അത്രയ്ക്ക് തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. വിശപ്പീസ് അൺസഹിക്കബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2 മണി. അവിടെ നിന്ന് അലീഷയ്ക്ക് ഇറങ്ങി വരുന്നു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വിശപ്പ് എന്താ വിശന്നാൽ നിങ്ങളല്ലാതാകുമെന്ന് പറയും. ഇങ്ങനെ കേട്ടിരിക്കുന്നല്ലേ ഇതൊക്കെ. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അക്ഷയ സെന്ററിനെ കണക്കത്ത് തിരക്കെന്നാണ് ആഷിക്ക് ഈ തിരക്കിനോട് ഉപമിച്ചിരിക്കുന്നത്. ആ ഉപമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? കമന്റ് ബിലോ. എന്താ അലീഷ ഡയറക്റ്റ് ഡീലിങ്ങിലൂടെ നമുക്ക് 20 എന്നത് 10 മിനിറ്റായി കുറയ്ക്കാൻ പോവുകയാണ്. പിൻവാതിൽ നിയമം വഴി എന്തെങ്കിലും. പാപ്പായോടെ എൻ്റെ മോളും മക്കളും വന്നിട്ടുണ്ട്. മോളും മക്കളും ലെഗ് എനിക്ക് ഇവിടെ പറഞ്ഞു 2 ലെഗ് ഉണ്ട്. ഒരു ലെഗ് എനിക്ക് ഹായ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ആരും അറിയത്തില്ല കേട്ടോ. നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക, നമ്മൾ എന്തിടും? ലേശം ഉപ്പിടുക. ഇവിടെ ഡയറ്റിലുള്ളവരൊക്കെ ഇത് കഴിച്ച് എണീറ്റ് പോ. ആമിന, ഇത് ചീട്ട അല്ല. കുടിച്ചോ. വെള്ളം പച്ചവെള്ളം ഉപ്പിട്ട് കുടിക്കുവൻ. ഇദ്ദേഹമാണ് ആഹാരത്തിൽ ക്രിയേറ്റിവിറ്റി കാണിക്കുന്നവൻ. കലാകാരന. ഇത് വേറൊരു കലാകാരൻ, UKFന്റെ കലാകാരൻ. ഇല വരയ്ക്കണം പാടി. ഏതാ ഏതാ ഇതെന്തുവാ? ഇതാണ് ഏതാ ചിക്കടി പുളി. ഇതാണ് ആർട്ടിസ്റ്റ്. പ്ലേറ്റ് വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ മന്തി വരുവേ ഗൈസ്. സാധനം വരുമെന്ന് പറഞ്ഞാൽ സാധനം വന്നിരിക്കും. വന്നു തിന്നു പോകുന്നു. ഇനി പണി കഴിഞ്ഞിട്ട് കാണാം. ഇനി ഇങ്ങനെ ആകുമ്പോൾ ഇത് തീരും. ഓക്കെ, ഇന്ന് ഫുള്ള് ട്രാൻസിഷൻ്റെ കളികളാണ്. ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ എന്തല്ലേ? നമ്മളെ മന്തി മത്സരം വിട്ട് അവിടെ അടി അടക്കും. ഫ്രണ്ടിൽ കയറി ഇരുന്നോളെ ആട്ടി ഒട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇറങ്ങിപ്പോണ്. ചെക്കിങ് ഉണ്ടെന്ന്. അലീഷ വാ, ഇവിടെ ഇരിക്കാം. ഇവിടെ നമ്മുടെ കൂടെ വന്നവരാണ്. സഹചരി ബിസിയാണ്. ഫ്രണ്ട് സീറ്റ് ഇരുന്നോ? ഡ്രൈവറിന്റെ സീറ്റ് ഇരുന്നോ? ഓരോ വാശികൾ കണ്ടാ കൊച്ചിന്റെ. 40 രൂപ.
അഫോർഡബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരവാദിത്വം 20 രൂപ കാശ്. ഈ പാർക്കിംഗ് ഫീയെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? കേരള ടൂറിസം വർദ്ധിക്കണം. ടൂറിസം വ്യക്തമായില്ല. വർദ്ധിക്കണം. ആ ടൂറിസം ഡെവലപ്മെന്റ് കരഞ്ഞ് എന്റെ ഉപ്പ് കടഞ്ഞു കൊടുക്കും. മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാം ഒഴിപ്പിച്ചെന്ന് തോന്നുന്നു. ഹായ് വലിയ ബബിൾ പോകുന്നു. ഇത് വേറെ വലിയ മാമൻ. ഒരു അലീഷയ്ക്ക് ബബിൾസ് വാങ്ങിക്കോറ അലീഷയ്ക്ക്. ഓ ഇതാ കണ്ണി വേണേൽ ക്യാൻസർ വരുത്തേ ഉള്ളൂ. ഒന്നുകൂടി ആരാദ്യം? അടച്ചു വെച്ചു. അലിശ വാങ്ങ്. ബബിള് വാങ്ങുന്നൊരു വ്ളോഗിലൊരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട്. വാങ്ങ അലീഷ വാങ്ങി. ആ പിള്ള മനസ്സിൽ കള്ളല്ലെന്ന് കാണിക്കും. ബൈ ഹൗ മച്ച്? 200 ബബിൾ ഹൗ മച്ച്? 100 രൂപ. ചെറുതാണ് 50 രൂപ. എടുത്ത് ഇറങ്ങിയാണ്. താങ്ക്സ്. വേണോ? ചെറുതാണോ? വലുത് 100 രൂപ ഉണ്ടോ? ഇല്ലെങ്കിൽ പോട്ട്. വള്ളം ട്രാക്ടറിന് തള്ളി നിൽക്കുന്ന കാഴ്ച. ഇതെന്താ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ പറ്റിക്കുന്ന ഞാൻ പാവമുണ്ടല്ലേ. അവിടെ എന്തോ ഞാൻ ചോദിച്ചാൽ അതെന്തിനാണ് കുറെ ബോട്ട് തള്ളി. നോക്ക്. ഓ തത്ത സാർ ഭാവി ഭൂതം പറയും. വേണോ? അവിടെ നമ്മള് ശിവഗിരിയുടെ എന്താ ചെയ്യാ ഒഴിച്ചിടും. തത്തയെ കൊണ്ട് എനിക്ക് എന്റെ ഭാവി പറയണ്ട. നിങ്ങൾ ആരെയും പറഞ്ഞ പറ. ജോലെ എത്ര രൂപ? എന്തേലും പറഞ്ഞാൽ മതി. അണ്ണാ കഴുതളിക്കാൻ വിളിക്കുന്നു. നിനക്ക് ജോലി ഇട്ടെന്ന് പറയാൻ എന്തായാലും. പക്ഷെ എന്തേലും തന്നാ മതി എന്ന് പറയാം. എത്ര രൂപ? നിന്റെ ഭാവി ഞാൻ പറയുന്നത്. അശ്വര നീ ചെയ്യടാ. ജോയ നിനക്ക് താല്പര്യമുണ്ട് നീ ചെയ്യും. തമ്മയില് നീ തന്നെ ജോയലിന്റെ ഭാവി അറിഞ്ഞപ്പോൾ പൈസ ഇല്ല കേട്ടാ. പൈസ നീ കൊടുക്കണം. മാമന്റെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാകുന്നോ? ഇല്ല ഭാവി പറഞ്ഞു. യെസ് കണ്ടുപിടിച്ചെങ്ങനെ. എടാ നിന്നാലും നിന്നെ ദോഷം പറയത്തില്ല. യെസ് അങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ്. പേരെന്താണ്? ജോയൽ 21 വയസ്സ്. പഠിപ്പ് കാര്യം, വിദ്യാഭ്യാസ കാര്യം, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യം. പൈസ ഇല്ല, ഗൂഗിൾ പേ കച്ചവടം ഇല്ല. 100 രൂപ കൊടുക്കോട്. നല്ല കാലമാ ശീതകാലമാ നോക്കിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഉത്തേജിത കാര്യങ്ങൾ. എത്ര പഠിക്കണ്? വിദ്യാഭ്യാസം ബിടെക്. ജോലിയാകണമേ, സർക്കാർ ജോലി കിട്ടുമേ. നാർസുത്തുമന്നൻ നല്ല പയ്യൻ, കാര്യമുള്ളവൻ, കലിയുള്ളവൻ, തന്തര ഗുണമുള്ളവൻ. തന്തര ബുദ്ധിയുണ്ട്. പറ്റിപ്പില്ല. നേരെ പോ, നേരെ വരും. നേരെ പിടിക്കും, കല്യാണം പിടിക്കാതെ സത്യം താൻ പിടിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? നന്നാകുമാ, മുന്നോട്ട് പോകുമാ. നിങ്ങൾ രാശി നോക്കുമ്പോൾ നിങ്ങൾ കിട്ടിയ ഭാഗം വെച്ചാൽ ആറ്റുകാൽ ദേവിയാണ് കിട്ടിയത്. ആറ്റുകാൽ ദേവി മണക്കാൽ, ആറ്റുകാൽ പൊങ്കാല. ദേവിയുടെ ദൈവ സഹായമുണ്ട്. പഠിക്കും, ഉറ്റിയിട്ട് പോകും. എന്ന വയസ്സ്
24, 25 ജോലിക്ക് ശമ്പളം വാങ്ങും. സർക്കാർ ജോലി കിട്ടും. മങ്കൈ കല്യാണം 27 ആകും. ശിവനാണ് കിട്ടിയത്, പരമശിവൻ കിട്ടിയത്, ഭാഗ്യമുണ്ടാകും, ഫലമുണ്ടാകും. ഇഷ്ടം കിട്ടിയത്, കുളരപ്പം കിട്ടിയത്, കുടുംബ കുഴപ്പങ്ങൾ മാറും, മനവിഷമങ്ങൾ മാറും, ഉയർച്ചയാകും, നല്ല പേര് കേൾക്കും. കൈകാട്ടും പാട്ട് ആയിഷ് 81 മേലെ 3 പെണ്ണുക്ക് യോഗ എടുക്കുക. അതിലുള്ള കഴിവുണ്ടോ? ക്യാമറ കണ്ണൻ 3 പെണ്ണുക്ക് യോഗമുണ്ട്. പക്ഷെ ഒന്നാ കെട്ടും. ഒന്നേ കേട്ടോളാം. ഒന്ന് മതി പോരെ. അച്ഛന്റെ വയലുണ്ട്, അമ്മ വയലുണ്ട്, വലിയുണ്ട്. മണം പോൽ മാംഗലിയും വരും. മണം പോലെ ഇഷ്ടപ്പെട്ട പെണ്ണ് ഡാൻസ് കളിച്ചില്ല കൊച്ചു. நல்ல வெள்ளை நன்னாகும், நல்ல வெள்ளை பேர் வாங்கும், அழுக்க பேர் வாங்காது. படிக்கும், ஜோலி கிட்டும், கல்யாணம் நடக்கும். 33 வயசுல வீடு கட்டும். வீடு கட்டி பால் காய்ச்சும். குஞ்சுங்கள் 3 கொச்சி யோகம், 2 ஆங்கொச்சி 1 பெங்கொச்சி, 3 மக்கள் யோகம் உண்டாகும். நல்ல வெள்ளை பேர் வாங்கும், அழுக்க பேர் வாங்காது. கூட்டுக்காசு ஸ்நேகம் உண்டு. நண்பங்கள் உண்டு, பெண்குட்டு உண்டு. எல்லாம் உயர்ச்சியாகும். ஆனால் பைசா எத்தனை வந்தால் நிற்கில்லை. பைசா வரும் 50 வந்தால் 5 பைசாக்கு நிற்கில்லை. வரவு உண்டு, செலவு உண்டு, மிச்சம் இல்லை. சமய கஷ்டம் உண்டு. சமய சனி மாறால் ஒரு 3 மாதம் கழிஞ்சால் கொள்ளலாம். 3 மாதம்னா ஜனவரி, பிப்ரவரி, மார்ச். மகரம், கும்பம், மீனம். மீன மாதம் மீனம் 11க்கு மேலே இதை விசாரிச்ச நன்னாகும், ஜெயிக்கும், தோக்காது. சத்தியம் தான் പറയും, കള്ളം പറയാം. ജോയൽ ഇംപ്രസ് ആയ? കള്ളം പറയാം. ഇംപ്രസ്ഡ്. ജോയലിന് 3 കൊച്ചുങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇംപ്രസ് ആയെങ്കിൽ ജോയലിനൊന്ന് പ്രപ്പോസ് ചെയ്യാം. അലീഷ പഠിത്തം, വിദ്യാഭ്യാസം, ജോലിയാകുമോ, അലീഷയ്ക്കുള്ള ചീത്ത മുന്നോട്ട് പോകുമോ? അലീസ പേര് അലീസ യോഗം നോക്കുമ്പോൾ അലീസയെ കിട്ടിയ ഭാഗം അലീസയെ കിട്ടിയ ഭാഗം ആണ്ട് മുസ്ലിമാ മക്ക മദീന ജനിക്കണം. പെണ്ണാ ജനിച്ചു. അതാണ് ആണായിട്ട് ജനിക്കാനുള്ളായിരുന്നു. പെണ്ണായിട്ട് തന്തര ഗുണം എല്ലാം ഉണ്ട്. ജനിച്ച വീട്ടുക്കും ബാക്കിയാം, പോകുന്ന വീട്ടുക്കും ബാക്കിയാം. ദൈവ സഹായമുണ്ട്. ഒരു ബാക്കി കൂടി വേണമേ. അല്ല ഗിവ് അവേ പങ്കെടുക്കുന്നില്ല. പൈസ കിട്ടാം ആർക്കും. മഹാലക്ഷ്മി കൈകാട്ട് 8 നമ്പർ 5 നമ്പർ കൈ 5 കൈ മണം പോലും വാങ്ങിടിക്കാം. ഇഷ്ടപ്പെട്ട മാപ്പിള കൊച്ചുങ്ങൾ 5 മക്കൾക്ക് 3 ആണ് 2 പെൺ. 3 ആൺകൊച്ചു 2 പെൺകൊച്ചു. നിർത്തിയാ നിർത്താൻ പാടില്ല. சமாச்சி நீங்கள் சமாச்சி உண்டாகும், வளர்த்தும், படிக்க வைக்கும். அதுக்கும் உத்தியோகத்துக்கு போகும். நல்ல உயர்ச்சியாகும். புத்தி உண்டு, வித்யாபியாசம் உண்டு, முன்னோட்டு போவான். ஆராய்ச்சி புத்தி உண்டு. குடும்பத்தில் சத்துருக்கள் உண்டு. சத்துருக்கள் கேடு விசாரித்தால் கேடு பற்றிடலாம், விசாரிச்சால பற்றும் நீங்களை பற்றிடலாம். ஆயுஷ் உங்களுக்கு 79 79க்கு மேலே 79 பாக்கியம் உண்டு, குணம் உண்டு, தோஷம் வராது, கூட்டுக்காரிய ஸ்நேகம் உண்டு. வீடவிட முயற்சியாகும். நல்ல பேர் கேட்கும். நல்லாவே சொல்லுவோம். கல்யாண வயசு உங்களுக்கு 25 ஆகும். സമയമുണ്ട്. ഓക്കെ, സമാധാനമായില്ലേ? യു ആർ ദ വിന്നർ. 81. അവളെ 78. കല്യാണം കഴിഞ്ഞാലും പറഞ്ഞിട്ടില്ല. നോക്കാം.
என்ன உதவேசா ആ உதவேசம் அனீசா அனீசா யோகம் ஆமினா ஆமினா யோகம் பார்க்கும்போது ஆமினை கிட்டிய பாகம் துவைச்சால் ஆமினை கிட்டிய பாகம் ஆமினா பாக்கியமுள்ள கை சமத்து காரியம் களி கணக்கு கந்தர குணம் எல்லாம் உண்டு மந்தை மணவாளன் ஞானம் விசாரிச்சது குடும்பத்தையும் விசாரிச்சது ஒன்று நடக்கணும் வீட்டு இஷ்டப்பட்ட நடக்காது நீங்கள் இஷ்டப்பட்ட கல்யாணம் நடக்கும் இஷ்டப்பட்ட கல்யாணம் கிடைச்சால் வாழ்க்கை நல்ல இன்ட்ரெஸ்ட் நல்ல வீழ்ச்சி சௌபாக்கியம் உண்டு ஒரு நல்ல கல்யாணம் சுப்பிரமணிய வேல்முருகன் படிக்கும் ஜோலி கிட்டும் ஜோலி கிட்ட நேசம் மங்களம் இஷ்டப்பட்ட மாங்கல்ய வரும் எந்த தோஷங்கள் வராது மகாலட்சுமி கணக்காரி காசு பணம் പൈസ കൊടുക്കണേ காசு பணம் வீடு வஸ்துகள் நல்ல உயர்ச்சை நல்ல ஸ்தானங்கள் ஜீவிக்கும் பாக்கியுள்ள பெண் நல்ல காசு உண்டாகும் பணம் உண்டாகும் ஆகாரத்தில் புற்றிமுட்டு வராது எல்லாம் சொல்லும் എത്ര വയസ്സ് വരെ ജീവിക്കും കല്യാണം വരെ? 110 കൊറേ പാട് വിടും ஏழு நல்லாக்கி கல்யாணம் வந்து 25 27 അപ്പൊ ഇപ്പൊ കെട്ടിയത് കൊണ്ട് മുറിഞ്ഞില്ല ഓക്കെ ഇതോടുകൂടി തീർന്നു അങ്ങനെ ഭൂതത്തിന്റെയും ഭാവി അറിഞ്ഞു ഇനി വർത്തമാനം നിനക്കെല്ലാം അറിയാണ്ട കൈയാണിക്കുന്ന മാമന്റെ കൈ വേണമെങ്കിൽ ഞാൻ നോക്കിക്കൂടെ Guys, എന്റെ കല്യാണം 24-25 വയസ്സിലാണ് കേട്ടോ. നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് ഒറിജിനൽ 110 വയസ്സ് വരെ ജീവിക്കും കേട്ടോ. അതിശരത്ത് പറഞ്ഞേക്കുന്ന 5 കുട്ടികളാ നിർത്തരുത് അതിലും നിർത്തരുതെന്നാണ് പറഞ്ഞേക്കുന്നത് കറക്റ്റല്ലേ വയസ്സ് 21 കറക്റ്റാ അല്ല കറക്റ്റാണോ അല്ല അല്ല അങ്ങനെ പറയണോ പന്നിന്റെ കൂടെ മയണൈസ് ദിവസം പറ ബുധൻ അപ്പൊ നാളെ വ്യാഴം പോയില്ലല്ലേ 5ാം ദിവസം വിളിച്ചത് എനിക്കാരിപ്പോ ആശിക്കിന്റെ അടുത്ത് ഒരു കൈയും കൊണ്ട് നമ്മളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് മറ്റേ പ്രസവിച്ച ഉടനെ മാറിപ്പോയി ആണാ ജനിക്കേണ്ടിരുന്നു ഇനി പെണ്ണ് അത് അലീഷയുടെ മുതൽ പറഞ്ഞത് ആണായിട്ട് ജനിക്കേണ്ട കൊച്ചായിരുന്നു പക്ഷെ പെണ്ണായി പോയിരുന്നു അതുകൊണ്ടാണ് രണ്ടും കേട്ടൊരു സ്വഭാവം കൊച്ചുങ്ങളെ നിർത്തലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവക്ക് കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ടെന്നൊക്കെ പറഞ്ഞു. സൂക്ഷിക്കണം. ആയിരിക്കല്ലേ ഒരു ശത്രുവിന്റെ പേര് പറഞ്ഞാണ് നമ്മൾ വ്ലോഗിൽ മെൻഷൻ ചെയ്യാം കൊച്ചാപ്പാന്ന് അമ്പാടിയുടെ നോക്കാം ഐശ്വര്യ ലക്ഷണമുള്ള കൈയാണ് സൽമാനോട് നോക്കായിരുന്നു. ചുമ്മാ ഞാൻ എന്തൊക്കെ വന്നാൽ ഡിപ്രഷൻ അടിച്ചു ഈ കൈ കണ്ടാ അറിയാം കണ്ട ഈ രേഖ പോണ കണ്ടിട്ട് പറയാണ് കന്നം തിരിഞ്ഞ് മയണൈസ് തൊട്ടിയേ നീ 69 വരെ പോകണം അത് ഇടത്തേക്കാടാ നോക്കുന്ന ഇപ്പൊ ക്യൂ ആയി കേട്ടാ എടാ നമ്മള് തന്നെ പെയ്ഡ് പ്രൊമോഷൻ ആണ് മാർക്കറ്റിൽ പക്ഷെ നമുക്ക് നീ പ്രാവിനെ പിടിച്ചു നമ്മൾ ഇവിടെ നോക്കാം അടച്ചു പോ എങ്ങോട്ട് മൊത്തം കാണാൻ പറ്റുള്ള ജോമോ നത്തിങ് അല്ല നിനക്ക് ചീട്ടെടുക്കാൻ പറ്റുമോ അവിടെ ട്രാൻസ്ലേറ്റർ ഉണ്ടാ பணம் வீழ்ச்சி பைசா வீழ்ச்சி பணம் பைசா போய்யா എക്കണോമിക് ഗ്രോത്ത് ഫോർച്യൂണോ நீங்க வந்தானு கல்யாணம் வேற ஜாதி வந்து 23 ஆகும் തളപതിയുടെ ഫോട്ടോ
ഇത് നമ്മളിവിടെ ഉള്ളവരല്ല കേട്ടാ, പുറത്തുനിന്നോരാ. പെൺകൊച്ചിന് ട്രാൻസ്ലേറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി. കുടുംബ എല്ലാം ഉണ്ട്. ആ മതി ജോയലെ മതി. തത്തക്കൂട്ട ഇറങ്ങി വേടാ. എബിന് പറ്റിയ ചീട്ടത്. വയസ്സുണ്ട്. അബിൻ പേര് 21 വയസ്സ്. അബിൻ നല്ലവർ, യോഗമുള്ളവർ. പൈസ ട്രാൻസാക്ഷൻ ചെയ്താലേ പറയത്തോളെ. എല്ലാരും ആകാംക്ഷയുടെ കാത്തു നിൽക്കുന്നു. അബിൻ പേര് നീ എടുക്കണമെന്ന് കാർഡ്. അബിൻ യോഗങ്ങൾ, വിചാരിച്ച കാര്യങ്ങൾ. അബിൻ നല്ലവരാ, യോഗമുള്ളവരാ, ഉയർച്ച ഉള്ളവരാ. അബിൻ ഭാഗ്യശാലി, പണക്കാരൻ. ചെറുതിൽ കഷ്ടപ്പെട്ടാലും കുഞ്ഞിനെ കഷ്ടപ്പെട്ടാലും വരാനുള്ള കാലം ഉയർച്ചയാകും. കാശുള്ളവൻ, പണമുള്ളവൻ നന്നായി പോകും. കിട്ടിയ മോഹങ്ങൾക്ക് കൽപ്പനാവൻ. കിഴക്കോട്ടെ ശത്രുക്കൾ കേട് വിചാരിച്ചാൽ കേട് പറ്റിയില്ല. അയ്യപ്പനാണ് കിട്ടിയത്. സ്വാമി സഹായമുണ്ട്. ശല്യങ്ങൾ മാറും. പഠിക്കും, ഒറ്റയിട്ട് പോകും, നല്ല പേർ കേൾക്കും, അழுக்க பேர் வாங்க. கல்யாணம் வந்து 25, 27 முடியும். 25, 27. 2 വർഷം നീണ്ടു കിട്ടും. ആദ്യ കൊച്ച് ആൺകൊച്ചാ കിട്ടും. എന്റെ കുഴപ്പം വരാത്. സമയം നന്നായി ഒരു മുഖം സാമ്യല്ല കേട്ടോ. പെണ്ണുക്ക് കുറുബാലക്കൈ, 10 നമ്പർ കൈ, ഭാഗ്യം പറ്റ കൈ, നാട് ചുറ്റും മന്നൻ, ഉലക ചുറ്റും കണ്ണൻ, പനാട് കഷ്ടപ്പെട്ടാലും കുഞ്ഞിലെ കഷ്ടപ്പെട്ടാലും ജീവിതം ഉയർച്ചയാകും. സമയ കഷ്ടങ്ങൾ മാറെ നല്ല സമയം വരെ ഇന്ന് നിങ്ങൾക്ക് 5.25 മാസം കൊടുക്കട്ടെ. 5.25 മാസം കഴിഞ്ഞാൽ നല്ല സമയം, നല്ല ടൈം. ഏത് വിചാരിച്ചാലും മുമ്പോട്ട് പോകും. ദൈവത്തെ ആദർശം അയ്യപ്പൻ മഹാവിഷ്ണു കർഷകപാത്യാവും. പേര് വരെ കൊട്ടിയ What do you feel about yourself? പറയൂ. 5 മാസം കഴിഞ്ഞ എന്റെ സമയം മാറുന്നതാണ് തന്നെ. ഓക്കെ, അടുത്ത കണ്ടസ്റ്റന്റ്. ഇന്നത്തെ കണ്ടന്റ് ഫുൾ ഇത് തന്നെ. കൈനോട്ടം. അമ്മ ദേവിയാണ് കിട്ടിയത്. ആത്തുകാട്ടെ പൊങ്കല പൊട്ട കാശ് വരും, മനവിഷം മാറും, അസുഖം വരാത്, അപകടം വരാത്, നല്ല പേരെ വാക്കും. കേൾക്കട്ടെ. ആയുസ് 85. നീണ്ട സമയം നന്നായി വരും, ഉയർച്ചയാകും. പെണ്ണ് കല്ലമില്ല, കവലയില്ല, കാശുള്ള വാദ്യാവും. നല്ല പെണ്ണ് മനം പോൽ മാംഗലിയം. എന്ത് കുഴപ്പം വരാത്, കഷ്ടം വരാത്, നന്നാകും. സമയ കഷ്ടങ്ങൾ മാറെ ഇത് വിചാരിച്ചാലും നന്നായി പോകും. ദോഷമില്ല. കിട്ടിയത് കല്യാണം 25. എല്ലാരും 25 കെട്ടാൻ നിൽക്കല്ലേ ഏട്ടാ. സമയം 29 മേലെ പോകത്തില്ല. അതിന് പിടിച്ചിട്ട് അതല്ല പെട്ടെന്ന് കെട്ടാനാ. അല്ല പെട്ടെന്ന് കെട്ടിക്കോ, പെട്ടെന്ന് കെട്ടിക്കോ. 30+ അടുത്ത ചീപ്പ് വേണ്ട. ബിസിനസ് നമ്മളെത്ര 20 വരെ ഉള്ളത് കൊടുത്തു. നീ തീർന്നു കേട്ടാ. ഇപ്പൊ 20 കൊടുത്തോളൂ. ഞാൻ നല്ലതാണ്. പൈസ ഇല്ല അണ്ണേ, പക്ഷെ ഒന്നും വിചാരിക്കല്ല്. അഭിനന്ദനങ്ങൾ, നിർമ്മിച്ച കാര്യങ്ങൾ വരാനുള്ള കാലം. അഭിനന്ദനങ്ങൾ അഭിനന്ദിച്ച കാര്യം നോക്കുമ്പോൾ കാര്യക്കാരൻ
കാര്യം കണക്ക് നല്ല മനസ്സുള്ളവൻ ആർക്കും സഹായിക്കുന്ന മനസ്സ് കാരണം ഗോപാലകൃഷ്ണൻ പ്രേമുണ്ടാ പ്രേമമില്ല പക്ഷെ പെണ്ണില്ല കോഴിത്തരുണ്ടെന്നേ ഉള്ളു മനസ്സിലായി രണ്ട് ലൈൻ ഒരു സമയത്ത് രണ്ട് ഭാര്യ ഒന്ന് കല്യാണം ഒന്ന് സ്റ്റെപ്പിനി സ്റ്റെപ്പിനിക്കുള്ള ഗുണമുണ്ടാകും കുഴപ്പം വരാതെ അമ്മ ദേവി നിൽക്കുന്നുണ്ട് എന്റെ കസ്റ്റമറാണ് നല്ല പിള്ളേ വാക്ക് നാണയം വിശ്വാസം ആൾക്കാർ സപ്പോർട്ട് കടുത്ത മുന്നോട്ട് പോകും ദൈവത്തെ ആധാരിച്ച് പോയാൽ എന്റെ കസ്റ്റമർ നന്നാവും അവര് സ്റ്റെപ്പിനി കേട്ടാ മതി അതിന് വേറെ ഒന്നുമില്ല ആയുസവർക്ക് 88 ഉണ്ട് 20 തന്നെയല്ലേ 88 4 മക്കൾക്ക് യോഗം ആ സ്റ്റെപ്പിനിയിലെ ഭാര്യയല്ലേ 3 ആൺകൊച്ചു ഒരു പെൺകൊച്ചു സ്റ്റെപ്പിനിയിലോ ഭാര്യയിലോ എല്ലാത്തിനും കൂടി പോരെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ എന്റെ കറക്റ്റല്ലേ നോ ഓക്കെ കൊച്ചു വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പിടിച്ചിട്ട് അവരാഴ്ചയാണ് സ്റ്റെപ്പിനെ കിട്ടിയടാ തമിഴ്നാട്ട് ചിന്ന വീട് ആയുസുള്ളവരൊക്കെ മാറില്ലടാ പട്ടി അടിക്കുന്നല്ലോ പിന്നെ എന്താ പറഞ്ഞ ഭാര്യ എന്തിനു പറഞ്ഞ നിന്റെ ഭാര്യ എന്തിനാ പറഞ്ഞതാ ഡേ വിളിച്ചാ അതിനെ 3 മക്കൾ 25 വയസ്സിൽ കല്യാണം 29 വയസ്സിൽ കല്യാണം 28 രണ്ട് കാർഡ് അടിച്ചു അങ്കളെ ഇങ്ങള് എവളോ ചന്ദനമണി ചന്ദന ചാ അല്ലെ കായ് വെച്ച് നോക്കിയല്ല പേര് ഭാഗ്യമുണ്ടാവും കൈ കൊടുത്തിട്ട് നിന്നത് ഭാഗ്യമുള്ളവന് ആണാറ്റാൻ ജനിക്കണോ ആണായി പിറന്നവന് കാര്യമുണ്ട് അറിവുണ്ട് ആണായി പിറന്ന സാധിക്കുകയും ജയിക്കും നല്ല പിള്ളേ പേര് വാങ്ങും മഹാലക്ഷ്മി കണക്കാടില്ല അടക്കായി റിച്ചാണ് ഇവിടെ അവളെ ഫോണാണ് കൊടുവാള കയ്യ പോകുന്ന വീട്ടിലെ ചന്ദന പറഞ്ഞ കത്ത കേൾക്കും മറ്റാ പറഞ്ഞ കേൾക്കില്ല ഇഷ്ടം ഉണ്ടാകും സ്നേഹം ഉണ്ടാകും കുഞ്ഞുങ്ങൾ 6 മക്കൾക്ക് 6 മക്കളാ 29 മണാലി പോയിട്ടൊക്കെ വന്നിട്ട് മതി ഇങ്ങനെ കിട്ടിയില്ലേ ഇപ്പൊ 3 ജോലി ജോലി உங்களுக்கு 25 26 മാമ എനിക്ക് ജോലി എനിക്ക് ജോലിയില്ല പടാ ഇന്ത്യയൊക്കെ മറന്നു ജോലി എങ്ങനെ കിട്ടും എനിക്ക് ഇപ്പൊ ജോലി ഒന്നുകൂടി ഇരിക്കണം 25 27 ഞാൻ ഒരു മാട്രിമോണി അങ്ങ് തുടങ്ങാൻ പോവാ എല്ലായിടത്തിനും ഒന്ന് കെട്ടിക്കും അങ്ങനെ എല്ലാവരുടെയും കൈ നോക്കി എല്ലാവരുടെയും ഭാവി അറിഞ്ഞു എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും 4-5 കുട്ടികളുണ്ട് അബ്ബാടിക്ക് 2 പൊണ്ടാട്ടിയുണ്ട് ഉങ്ങൾക്ക് 2 പൊണ്ടാട്ടി ഒരു കുളന്തേ ഇருக்கு 4 കുളന്തേ അത് സ്റ്റെപ്പിനി എന്തൊരു വേണം നിനക്ക് എവിടെ സ്ഥലവും കൂടി ചോദിക്കാൻ നിനക്ക് അവിടെ ജോലി വാങ്ങായിരുന്നു പൊള്ളാച്ചി പക്കം പിള്ളയാ എവിടാ എന്നെ ടെൻഷൻ ഇത് കേട്ടിട്ട് മിക്കാറും നിനക്ക് പെണ്ണിട്ടത്തില്ല സ്റ്റെപ്പിനി ഉണ്ടെന്ന് ഷുവർ എല്ലാം ഇടും നിന്റെ ഉൾപ്പെടെ ഇടും എന്നെ കുറിച്ച് നല്ലതാണ് അങ്ങനെ ശംഖുമുഖത്ത് വന്നത് നഷ്ടമായിട്ടില്ല വളരെ നല്ലൊരു അനുഭവമായിരുന്നു പ്യുവർലി എന്റർടൈൻമെന്റ് അല്ലേ ഒരു സിനിമയ്ക്ക് കയറി കിട്ടും എത്ര രൂപ വൈബ് എത്ര രൂപ പൊടിഞ്ഞാണ് എത്ര 5-6 പേര് 300 രൂപ ആ നല്ലൊരു ബിസിനസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കും തത്ത ഉണ്ടെങ്കിൽ 10 ചീട്ടുമായിട്ട് ഇറങ്ങും അവിടെ ചീട്ടെന്ന് പറയുമ്പോ ബൈ ബൈ. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ. ഓക്കെ ബൈ ബൈ.